പൾസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കിരൺ, പീഡിയാട്രിഷ്യനാണ്. നമ്മുടെ പൾസ് ചാനലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളിലെ കോവിഡ് രോഗം, അതുകൂടാതെ മിസ് സി എന്ന കോവിഡാനന്തര സങ്കീർണതയെക്കുറിച്ചുമാണ്. ഇപ്പോൾ മൂന്നാം തരംഗം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. രോഗികളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ ഇനി ആലോചിക്കേണ്ടത് തുടർന്നുള്ള നമ്മുടെ ദിനങ്ങളിൽ കോവിഡാനന്തര മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, എന്തിനെക്കുറിച്ചാണ് നമ്മൾ കരുതേണ്ടത് എന്നിവയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ പുതിയ അധ്യായം, പോസ്റ്റ് കോവിഡ് സിൻഡ്രോം. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ലോങ് ഹോൾ സിൻഡ്രോം, ക്രോണിക് കോവിഡ്, പോസ്റ്റ് അക്യൂട്ട് സീക്വൽ ഓഫ് സാർസ് കോവിഡ് തുടങ്ങിയ പല പേരുകളിലും ഈ അവസ്ഥ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം? അപ്പോൾ കോവിഡ് രോഗം ബാധിച്ച് ഏകദേശം 12 ആഴ്ചയ്ക്ക് ശേഷവും നീണ്ടു നിൽക്കുന്ന രോഗലക്ഷണങ്ങൾ ഉള്ള ഒരവസ്ഥയാണ് ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം. അപ്പോൾ കുട്ടികളിൽ ഇത് എന്തുമാത്രം കാണപ്പെടുന്നുണ്ട്? ഇത് സാധാരണയായിട്ട് കാണുന്നതാണോ? അതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല. കാരണം മുതിർന്നവരിൽ പല പഠനങ്ങളും പറയുന്നുണ്ടെങ്കിലും ലഭ്യമായ വിവരം അനുസരിച്ച് ചില രോഗലക്ഷണങ്ങൾ 5% മുതൽ ചില രോഗലക്ഷണങ്ങൾ 70% വരെയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അവസ്ഥയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ? ഒന്ന്, വിട്ടുമാറാത്ത ചുമ, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, കൃത്യമായ ഉറക്കം ലഭിക്കാതിരിക്കുക, അധ്വാനശേഷി കുറയുക, കായികപരമായിട്ടും അല്ലെങ്കിൽ അധ്വാനം വേണ്ടി വരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പഴയ പോലെ ചെയ്യാൻ പറ്റാതെ വരിക, എക്സർസൈസ് ഇൻടോളറൻസ്. ഇവ കൂടാതെ തലവേദന, ശരീരവേദന, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ പോലുള്ള ചില രോഗലക്ഷണങ്ങളും ചിലർക്കൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കോവിഡ് വരാത്തവരിലും കോവിഡ് വന്നവരിലും ഈ രോഗലക്ഷണങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ഒരു വ്യത്യാസം കാണപ്പെടുന്നില്ല. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കോവിഡ് വൈറസ് കൊണ്ട് മാത്രമാണോ, അതോ മാറിയ ജീവിത സാഹചര്യങ്ങൾ, ഈ ലോക്ക്ഡൗൺ, സ്കൂളിൽ പോകാൻ പറ്റാത്ത എന്നീ രോഗലക്ഷണങ്ങൾ എന്നീ ജീവിത രീതികൾ കൊണ്ടാണോ ഇത് വന്നേക്കുന്നുള്ളത് നിർണ്ണയിക്കാനായിട്ട് കൂടുതൽ പഠനങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഏതൊരു കുട്ടികളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം കൂടുതലായിട്ട് കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്? ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്കാണ് ഈ രോഗാവസ്ഥ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൂടാതെ അലർജി പ്രശ്നങ്ങളുള്ളവർ, കോവിഡിന് മുമ്പ് മറ്റ് പല രോഗങ്ങളാൽ ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളവർ, അതുകൂടാതെ കോവിഡ് ബാധ ഉണ്ടായ സമയത്ത് അതിതീവ്രവും അല്ലെങ്കിൽ വളരെ നീണ്ടു നിന്ന കോവിഡ് രോഗം ഉള്ള കുഞ്ഞുങ്ങൾക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം പലതരത്തിലുണ്ട്. ആസ്മ പോലുള്ള ഒരു റിയാക്റ്റീവ് എയർവേ ഡിസീസ് പാറ്റേൺ വരാം. ശ്വാസകോശത്തെ തന്നെ വികസിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് പാറ്റേൺ വരാം. അതുകൂടാതെ മറ്റ് പല ഒരു ബ്രോങ്ക്യോളൈറ്റിസ് ഒബ്ലിറ്ററൻസ് പോലുള്ള പാറ്റേണും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പരിശോധനകൾ കൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന, ഈ പറഞ്ഞ 12 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന രോഗലക്ഷണങ്ങളുമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു ശിശുരോഗ വിദഗ്ധൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ ആദ്യം തന്നെ ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതിനനുസരിച്ചായിരിക്കും പരിശോധനകൾ ചെയ്യിപ്പിക്കുന്നത്. ഒറ്റ ഒരു പരിശോധന കൊണ്ട് ഇതിനെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധ്യമല്ല. ചിലർക്ക് എക്സ്റേ, നെഞ്ചിൻ്റെ എക്സ്റേ, ചിലർക്ക് CT സ്കാൻ വേണ്ടി വന്നേക്കാം. ഇത് വിട്ടുമാറാത്ത രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ശാരീരിക പരിശോധനയിൽ കൊണ്ട് മാത്രം ഈ രോഗലക്ഷണങ്ങളെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പുതിയ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക, അങ്ങനെയുള്ളവരിൽ നമുക്ക് ഈ പറഞ്ഞ ചെസ്റ്റ് എക്സ്റേയോ CT ചെസ്റ്റോ വേണ്ടി വരാം. പക്ഷേ എല്ലാവർക്കും ഈ വക പരിശോധനകൾ ആവശ്യമില്ല. ഇത് കൂടാതെ നമുക്ക് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന പരിശോധന കുറച്ച് മുതിർന്ന കുട്ടികളിൽ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ശ്വാസകോശത്തെ ഏത് രീതിയിലാണ് ഇത് ബാധിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും.
അടുത്തതായിട്ട് ചികിത്സ. പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിന് പ്രധാനമായിട്ടും സപ്പോർട്ടീവ് കെയർ, ഈ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ ശരീരത്തെ സഹായിക്കുവാനായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് കെയർ ആണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടി വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആസ്മ പോലുള്ള ഒരു തരത്തിലുള്ള പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ആണെങ്കിൽ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തത് നിർണ്ണയിച്ചതിന് ശേഷം ചിലർക്ക് ഇൻഹേലർ, അതായത് ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ് ഇൻഹേലർ മുഖാന്തരം നൽകേണ്ടി വരാം. ചിലർക്ക് ഒരു റെസ്ട്രിക്റ്റീവ് പാറ്റേൺ ആണ് ഈ വക ടെസ്റ്റുകൾ മനസ്സിലാക്കുന്നതെങ്കിൽ ചില സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾക്കും ആവശ്യം വരാം. ഇനി ഇതിനെ എങ്ങനെ തടയാൻ സാധിക്കും? കുത്തിവയ്പ്പ് കൊണ്ട് ഇതിനെ മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോവിഡാനന്തര പ്രശ്നം കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, മുതിർന്നവരിൽ ലഭ്യമായ വിവരം അനുസരിച്ച് ഏകദേശം 60 വയസ്സിൽ താഴെയുള്ളവരിലെങ്കിലും കുത്തിവയ്പ്പ് എടുത്തിട്ടുള്ളവരിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിൻ്റെ കാഠിന്യവും അല്ലെങ്കിൽ തീവ്രത കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ കുഞ്ഞുങ്ങളിൽ നമുക്ക് കൂടുതൽ പഠനത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഓർക്കേണ്ടത്, കോവിഡ് വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും 3ാം തരംഗം അവസാനിക്കുകയും ഒരു പക്ഷേ ജൂണിൽ 4ാം തരംഗം വരും എന്ന് പറയുന്ന ഈ അവസരത്തിലും നമ്മൾ SMS-ൻ്റെ പ്രാധാന്യം മറക്കാതിരിക്കുക. സേഫ് ഡിസ്റ്റൻസിങ്, സാനിറ്റൈസർ, മാസ്ക് എന്നിവയെ നമ്മൾ ഇപ്പോഴും വിസ്മരിക്കാറായിട്ടില്ല. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നന്ദി.